ഭക്തവത്സലനായ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു, മനോനിഗ്രഹത്തിന് സാത്വികമായ ഗുണങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. രജസ്തമോ ഗുണങ്ങളെ സത്വഗുണം കൊണ്ട് ഇല്ലാതാക്കണം. പിന്നീട് ആ സത്വഗുണത്തിനെയും ഉപേക്ഷിക്കുമ്പോൾ മനസ്സ് നിർഗുണമായി തീരും, ഈശ്വരതുല്യമായി തീരും. അതാണ് ശ്രേയോമാർഗം എന്ന്. ഇങ്ങനെ സാത്വിക ഭാവന മനസ്സിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട അനുഷ്ഠാനങ്ങളെയാണ് ശീലിക്കേണ്ടത്. സജ്ജന സംസർഗമാണ് ശീലിക്കേണ്ടത്. ആധ്യാത്മിക ജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത് എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ പുനർജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മവാസനകളെയും രജസ്തമോ ഗുണങ്ങളെയും എല്ലാം സത്വഗുണം നശിപ്പിക്കും. ആ സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായ ജ്ഞാനം മനഃശുദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ്. ഇതാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള അനുഷ്ഠാനം എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഉദ്ധവൻ ചോദിച്ചത്, ഭഗവാനെ, ശബ്ദാദി വിഷയങ്ങൾ ദുഃഖഹേതുക്കളാണെന്ന് സാമാന്യം എല്ലാവർക്കും അറിയാം. താമസ അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ വിഷയങ്ങളെല്ലാം. അതുകൊണ്ട് അവയെ അനുഭവിക്കും തോറും മനസ്സിൽ തമോ ഗുണം വളരെ ഉള്ളൂ. ഇതറിഞ്ഞിട്ടും വിദ്വാൻമാർ പോലും പണ്ഡിതന്മാർ പോലും വെറും മൃഗങ്ങളെപ്പോലെ പിന്നെയും പിന്നെയും ദുഃഖങ്ങളെ തരുന്ന വിഷയങ്ങളെ തന്നെ സമ്പാദിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കണു. ഇതിനെന്താ കാരണം? ഈ വിവേകരാഹിത്യത്തിന് എന്താണ് കാരണം എന്ന് ചോദിക്കണു. അവിടുന്ന് പറഞ്ഞുല്ലോ, സാത്വിക ഉപാസന കൊണ്ട് സത്വഗുണം വർദ്ധിക്കും. തദ്ഫലമായിട്ട് വിദ്യാവിരോധികളായ രജസ്തമോ ഗുണങ്ങൾ നീങ്ങും. പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഉപശമാത്മകമായ സത്വം വളർത്തിയെടുത്താലേ പരമപുരുഷാർത്ഥമായ മുക്തി ലഭിക്കുള്ളൂ എന്ന് അറിയുന്നവര് ഈ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്. ഭക്തന്മാര് എന്ന് നടിക്കുന്നവര്, പണ്ഡിതന്മാര് എന്ന് ഭാവിക്കുന്നവര്. ഇന്ദ്രിയ വിഷയാസക്തി ദുഃഖപര്യവസായിയാണ് എന്ന് അവർക്കറിയുകയും ചെയ്യാം. എന്നിട്ടും ഇവരിൽ പലരും ഇന്ദ്രിയ വിഷയങ്ങളെ ആശ്ലേഷിക്കണു. ശ്വാവിനെ പോലെ, കഴുതയെപ്പോലെ, ആടിനെ പോലെ. എന്താണ് അറിവുള്ള മനുഷ്യൻ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നത്? ശരിക്ക് ഇന്ദ്രിയങ്ങളെ ഒതുക്കി സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വിഷയങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നതിന് പകരം വിഷയങ്ങളെ വീണ്ടും വീണ്ടും അനുഭവിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. നായ, കഴുത, ആട് തുടങ്ങിയ ക്ഷുദ്രജീവികൾക്ക് എത്ര ഉപദ്രവം നേരിട്ടാലും അത് ആഗ്രഹിക്കും. പിന്നെയും പെൺകഴുതയുടെ പുറകെ മണപ്പിച്ച് നടക്കുന്ന ആൺകഴുതയെ പെൺകഴുത കാലുയർത്തി തൊഴിച്ചകറ്റിയാലും ആ പെൺകഴുതയുടെ പുറകെ പോണു ആൺകഴുത മൈഥുനത്തിനായിട്ട് മോഹിച്ചുകൊണ്ട് എന്ന് നമുക്കിനി 26-ാമത്തെ അധ്യായത്തിൽ അയളഗീതയിൽ കാണാം. പുരൂരവസിന്റെ ഗീതയിൽ അതേ തത്വം തന്നെ ഇവിടെ പറയുന്നു. ഒരു പച്ചില കാണിച്ചാൽ അറുക്കാൻ കൊണ്ടുപോവാണ് എന്നറിയാതെ ആട് ആ പെച്ചിലയുടെ പുറകെ പോണു. അല്ലെങ്കിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, തീറ്റ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നായ വാലാട്ടിക്കൊണ്ടുവരുന്നു. ഇതേപോലെ വിവേകമില്ലാത്ത കഴുത തുടങ്ങിയ ജന്തുക്കളെ പോലെ എന്തുകൊണ്ടാണ് വിവേകി എന്ന് ഭാവിക്കുന്ന മനുഷ്യൻ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കണത്? മനുഷ്യൻ വിവേകിയാണെന്നാണല്ലോ പറയണത്. വിധിനിഷേധങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്, ഗ്രാഹ്യത്യാജ്യഭാവങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത് തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിലേക്ക് എന്തുകൊണ്ടാ പ്രവേശിക്കണേ? ശരിക്കും വിവേകമുള്ള മനുഷ്യനാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് ദുഃഖോദർക്കങ്ങളാണ് വിഷയസുഖങ്ങൾ അറിഞ്ഞിട്ടും പിന്നെയും അത് തന്നെ ആസ്വദിക്കാനായിട്ട് വിവേകി എന്ന് ഭാവിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കണത്? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒറ്റ കാര്യമാണ്, അഹം എന്ന ബോധം. ഞാൻ എന്ന ബോധം. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവേണ്ടത്. സകല ദുരിതങ്ങളുടെയും ഉത്ഭവസ്ഥാനം അഹം എന്ന ബോധമാണ്. കാപിലത്തിൽ ഭഗവാൻ പറഞ്ഞ അതേ തത്വം തന്നെ ഇവിടെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കണു. അവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഇവിടെ സുഹൃത്തിന് പറഞ്ഞു കൊടുത്തു. അത്രയേ ഉള്ളൂ.
അഹം മമാഭിമാനോത്ഥയ്യ കാമലോഭാതിഭർമ്മലയ്യ എന്ന് പറഞ്ഞില്ലേ ഭഗവാൻ അവിടെ. അപ്പൊ എല്ലാത്തിൻ്റെയും തുടക്കം ഞാൻ എന്ന ബോധമാണ്. ഞാൻ എന്ന ബോധം വരുമ്പോൾ എൻ്റെ എന്നും എനിക്ക് എന്നും ഉള്ള മമതാബോധം വരണു. അഹം ഇത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതി രജോഘോരം തതോ വൈകാരികം മന. ഉന്മാദം പിടിച്ചവന് ഞാൻ മറ്റൊരുത്തനാണ് എന്നുള്ള ബുദ്ധി മനസ്സിൽ തോന്നുന്നത് പോലെ ഭീകരമായ രജോ ഗുണം സത്വരൂപമായിരിക്കുന്ന മനസ്സിനെ വ്യാപിക്കണു എന്നർത്ഥം. വ്യർത്ഥമായിട്ടുള്ള അഭിനിവേശം കൊണ്ട്, അഹംബോധം കൊണ്ട് ഇതെല്ലാം എനിക്ക് വേണം എന്ന ഭാവത്തിൽ, ധാരാ ഇമേമേ തനയാ ഇമേമേ എന്ന ഭാവത്തിൽ, സർവം മേ വശമാനയ, എല്ലാം എനിക്ക് വേണം എന്ന ഭാവത്തിൽ പ്രവർത്തിക്കണു. ഇതിന് കാരണം വിവേകരാഹിത്യമാണ്. വിവേകമില്ലാത്തത് കൊണ്ട് ദേഹത്തിൽ ആത്മബുദ്ധി ജനിക്കുകയാണ്. ഈ ശരീരമാണ് ഞാൻ എന്ന ബോധമുണ്ടാവുന്നു. ഞാൻ ഞാൻ എന്ന് നമ്മൾ നെഞ്ചത്ത് തൊട്ട് പറയുമ്പോൾ സാധാരണ മനുഷ്യൻ, അവിവേകിയായ മനുഷ്യൻ ഈ നെഞ്ചാണ് അല്ലെങ്കിൽ ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ ശരീരം ജഡമാണെന്നും അതിനകത്ത് ക്ഷേത്രജ്ഞനായിട്ട് നിലനിൽക്കുന്ന ആത്മചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ശിവമായിട്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കാതെ ഈ ശരീരത്തിനെ സ്പർശിക്കുമ്പോൾ ഈ ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുക. ഭാഗവതത്തിൽ ഉടനീളം പറയുന്നത് ഈ ഭാവമാണ്. മനുഷ്യന് സംസാരമുണ്ടാകുന്നത്, സംസാരക്ലേശമുണ്ടാകുന്നത്, പുനർജന്മമുണ്ടാകുന്നത് അനാത്മാവിനെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കണു, നശിക്കുന്നതിനെ നാശമില്ലാത്തതായിട്ട് തെറ്റിദ്ധരിക്കണു. ശീര്യതേ എന്ന് തന്നെ പറയുന്നതാണ് ശരീരം എന്ന വാക്ക് തന്നെ. അതിൻ്റെ അർത്ഥം പോലും ചിന്തിക്കാതെ ഈ ശരീരം തനിക്ക് സ്വാധീനമാണ്, ശാശ്വതാണ്, തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഈ ശരീര സംബന്ധിയായിട്ടുള്ളതെല്ലാം എൻ്റേതാണ് എന്നെന്നും നിലനിൽക്കും എന്ന മിഥ്യാബോധം, ഭ്രമം ഉണ്ടാവണം. ഇങ്ങനെ ദേഹത്തിൽ ആത്മബുദ്ധി വരുമ്പോൾ, അനാത്മാവിൽ ആത്മബുദ്ധി വരുമ്പോൾ മനസ്സിൽ രജോ ഗുണം അധികരിച്ച് ഘോരമായി തീരണം. രജോ ഗുണം അധികരിച്ചാൽ അത് തമോ ഗുണമായി തീരും. ഇങ്ങനെ ശുദ്ധ സത്വസ്വരൂപമായിരിക്കുന്ന മനസ്സിൽ അഹംബോധം വർദ്ധിച്ചു വരുമ്പോൾ സ്വന്തം പ്രകൃതിക്ക് മാറ്റം നേരിടുന്നു. സ്വസ്വരൂപം എന്താണ് എന്ന് അവിവേകം മൂലം വിസ്മൃതിയിലാവണം. ഈ ആത്മവിസ്മൃതിയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഉദ്ധവ, സ്വസ്വരൂപാനുസന്ധാനം എന്നുള്ളത് മറന്നു പോണു. ആരാണ് ഞാൻ, കോഹം എന്ന തത്വം മറന്നു പോവുകയാണ്. ഇങ്ങനെ സ്വസ്വരൂപത്തിനെ, ആത്മസ്വരൂപത്തിനെ, സ്വന്തം പ്രകൃതിയെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ജീവാത്മാവ്. ഏതുപോലെ എന്നാണെങ്കിൽ പ്രമത്തസ്യ യഥാ, ഭ്രാന്തനായ ഒരുവൻ തൻ്റെ സ്വന്തം നിലയെ മറന്ന് അന്യരായ ആരോ ഒരുത്തനെ പോലെ നടക്കുകയാണ്. അവൻ പറയണോ ചിരിക്കണോ ഒക്കെ അവന് ആരാണെന്ന്, ഞാൻ ഇന്ന പേരുള്ളവനാണ്, ഇന്ന കുടുംബത്തിൽ ജനിച്ചവനാണ്, ഇന്ന വ്യക്തിയാണെന്നുള്ളൊരു ബോധമില്ല. ഇതുപോലെ സ്വസ്വരൂപം എന്താണെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്നതാണ് ഇന്നത്തെ സംസാരിയായ ഭ്രാന്തിമാനായ ജീവാത്മാവ്. അങ്ങനെ വരുമ്പോൾ രജോയുക്തസ്യ മനസ സങ്കൽപ്പ സവികൽപ്പക തതക്കാമോ ഗുണധ്യാനൽ ദുസ്സഹ സ്യാദ്യ ദുർമതേ. രജോ ഗുണം അധികരിച്ചിരിക്കുന്ന മനസ്സിന് പ്രത്യേക നിശ്ചയത്തോടു കൂടിയ ഓരോ മാതിരി ഉറപ്പുണ്ടാവണം. അതുകൊണ്ട് ഗുണവിചാര നിമിത്തം ദുഷിച്ച ബുദ്ധിയോടുകൂടിയ ഈ മനുഷ്യന് അസഹനീയമായിരിക്കുന്ന വല്ലാത്ത കാമങ്ങൾ, ആഗ്രഹമുണ്ടാവണം. എന്ന് പറഞ്ഞാൽ മനസ്സിൽ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഇന്ന വിധം സുഖം അനുഭവിക്കണം എന്ന നിശ്ചയമുണ്ടാവും. ആ സാധനം വേണം, ഈ സാധനം വേണം, അത് അനുഭവിക്കണം, ഇത് അനുഭവിക്കണം എന്ന താല്പര്യം ഉണ്ടാവും. ഇതിനാണ് സങ്കല്പം എന്ന് പറയുക. താൻ ചിന്തിക്കുന്ന കാര്യം തനിക്ക് വേണമെന്ന ബോധം, അതാണ് സങ്കല്പം. ഇത് വർദ്ധിക്കുമ്പോൾ ഓരോ പദാർത്ഥങ്ങൾ ശ്രേഷ്ഠമാണെന്ന് തോന്നും, സൗന്ദര്യമേറിയതാണെന്ന് തോന്നും,
ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് തോന്നി തുടങ്ങുകയാണ്. മനസ്സിനെ വശീകരിക്കണു എന്നർത്ഥം. കണ്ണെന്നും മൂക്കെന്നൊക്കെ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സംവേദനങ്ങൾ മനസ്സിലെത്തുമ്പോൾ അവ സത്യമാണ്, സുഖകരമാണ് എന്ന് ബുദ്ധിയുടെ വൈകല്യം കൊണ്ട് മനസ്സിന് തോന്നുന്നു. ഈ മനസ്സിന്റെ ധർമ്മങ്ങൾ ആത്മാവിന് തൻ്റെ ധർമ്മങ്ങളായിട്ട് തോന്നുന്നു. ഇങ്ങനെ ബുദ്ധിയുടെ വിപരീത ധ്യാനം നിമിത്തം ഉണ്ടായ ഈ ആഗ്രഹം ക്രമേണ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സഹിക്കാൻ കഴിയാത്തതായ ഒരു രോഗത്തിനേക്കാൾ അധികം നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യാധിയായിട്ട്, മനോഭ്രാന്തിയായിട്ട് ഇത് മാറും. ഇതിന്റെ ഫലമായിട്ട് കരോതി കർമ്മവശക, ഈ കർമ്മത്തിന് വശംബദനായിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യും. കാമവശക കർമാണി കരോതി. എന്താ കാരണം? അവിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിട്ട് ആശയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഇരിക്കുന്ന മനുഷ്യൻ രജോഗുണത്തിന്റെ ശക്തി കൊണ്ട് മോഹിക്കപ്പെട്ട്, പ്രമത്തനായിട്ട്, പ്രലോഭിപ്പിക്കപ്പെട്ട് ചില കർമ്മങ്ങളെ ചെയ്യണു. അത് ദുഃഖങ്ങളെ ഉണ്ടാക്കണതാണെന്നറിഞ്ഞാലും വേണ്ടില്ല, ആ കർമ്മങ്ങളെയാണ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ആശ അധികരിക്കും തോറും ഇന്ദ്രിയങ്ങൾക്ക് ശക്തി അധികരിക്കും. എന്ന് പറഞ്ഞാൽ വിവേകത്തിനെ വികാരം കീഴടക്കും എന്നർത്ഥം. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ശക്തി പ്രബലമാവുമ്പോൾ ആഗ്രഹപൂർത്തി വരുത്താൻ ഇന്ദ്രിയങ്ങൾ ശ്രമിക്കും. കണ്ണുകൊണ്ട് കാണുന്നത് എനിക്ക് വേണം, ചെവി കൊണ്ട് കേൾക്കുന്നത് എനിക്ക് വേണം, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നത് എനിക്ക് വേണം എന്ന് ഇന്ദ്രിയങ്ങൾ ശ്രമിക്കാൻ തുടങ്ങും. വിഷയസുഖം ദുരന്തങ്ങളുടെ സ്ഥാനമാണ് എന്ന് സാമാന്യ ജ്ഞാനമുണ്ടെങ്കിലും സാരമില്ല, തൽക്കാലം ഈ സുഖം അനുഭവിക്കുക എന്നുള്ള ആ വികാരം വിവേകത്തിനെ കീഴടക്കുമ്പോൾ രജോ ഗുണം ഈ ജ്ഞാനത്തിനെ പ്രകാശിക്കാനായിട്ട് സമ്മതിക്കില്ല. ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ ദുഃഖോദർക്കങ്ങളാണെന്ന് ഉള്ളിൽ അറിവുണ്ടെങ്കിലും ആ അറിവിനെ പ്രകാശിക്കാൻ ഈ രജോ ഗുണം സമ്മതിക്കില്ല. രജോ ഗുണം ജ്ഞാനത്തിനെ മൂടിവെക്കും, അല്ലെങ്കിൽ അതിലംഘിക്കും. രജോ ഗുണം ഈ സാമാന്യ വിവേകത്തിനെ അതിക്രമിക്കണം. ഇതാണ് മോഹം എന്ന് പറയുന്ന വൃത്തി. വിവേകത്തിനെ വികാരം കീഴടക്കുന്നതാണ് മോഹം എന്ന അവസ്ഥ. ഇങ്ങനെ കൂടുതൽ കൂടുതൽ ദുഃഖത്തിന് കാരണമാകുന്ന പ്രവൃത്തികളിൽ മൃഗാദികളെ പോലെ, കഴുതയെപ്പോലെ, ശ്വാവിനെ പോലെ വിചാരശക്തി ഇല്ലാണ്ട് ഏർപ്പെടാനായിട്ട് തുടങ്ങും. അപ്പൊ ദേഹമാണ് ഞാൻ, ഇന്ദ്രിയമാണ് ഞാൻ, മനസ്സാണ് ഞാൻ തുടങ്ങിയ മിഥ്യാബോധം വിവേകശൂന്യന്മാർക്ക് സദാ ഉണ്ടാവാറുണ്ട്. ഇത് ബ്രാഹ്മണ രഘുഗണ സമ്പാദ്യത്തിൽ നമ്മൾ കണ്ടതാണ്. മനോധർമ്മങ്ങളോ ദേഹധർമ്മങ്ങളോ പ്രാണധർമ്മങ്ങളോ ഇന്ദ്രിയധർമ്മങ്ങളോ ഒന്നും ബാധിക്കാത്ത നിത്യാനന്ദനായ, നിരാകാരനായ, നിർവികാരനായ, നിർഗുണനായ, നിർമ്മമനായ ചൈതന്യമാണ് ഞാൻ എന്ന ആത്മാവ് എന്ന് അനേകം പ്രകരണങ്ങളിൽ പറഞ്ഞാലും കേട്ടാലും അനേക ശാസ്ത്രങ്ങളെ ഉദ്ഘോഷിച്ചാലും ഇതെല്ലാം വികാരത്തിന്റെ തള്ളിച്ചതിൽ സാധാരണ മനുഷ്യൻ മറന്നുപോണു, അല്ലെങ്കിൽ മാറ്റിവെക്കണു എന്നർത്ഥം. പ്രകൃതിയുടെ ഗുണമായ സത്വത്തിൽ നിന്നാണ് അന്ധക്കരണം ഉണ്ടാവുന്നത്. സത്വഗുണപ്രധാനമായ അന്ധക്കരണത്തിൽ നിന്നാണ്, അതായത് സത്വഗുണത്തിൽ നിന്നാണ് അന്ധക്കരണം ഉണ്ടാവുന്നത്. അഹങ്കാരം മൂന്നായിട്ട് പിരിയും. സൃഷ്ടിയുടെ അവസരത്തിൽ നമ്മൾ കണ്ടു. സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അതിൽ സാത്വികത്തിൽ നിന്നാണ് മനസ്സ് എന്ന് പറയുന്ന അന്ധക്കരണം ഉണ്ടാവുന്നത്. സത്വഗുണത്തിൽ നിന്നാണ് അന്ധക്കരണം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സ് സത്വഗുണപ്രധാനാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ മിഥ്യാബോധം മനസ്സിൽ കയറി വരും. പ്രാധാന്യം സത്വഗുണത്തിനാണെങ്കിലും രജോ ഗുണം അതിനകത്ത് കയറി വരും. അതായത് ഒരു വലിയ പാത്രത്തിൽ നിറയെ പാലെടുത്ത് വെച്ചാലും അതിനകത്ത് ഒരു തുള്ളി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചാൽ
ആ പാല് മുഴുവൻ പിരിഞ്ഞു പോകുന്നത് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണം പറയാം. പാലാണ് അധികം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങാ നീര് പിരിഞ്ഞൊഴിച്ചാൽ ആ പാല് പിരിഞ്ഞു പോവായി. ഇതുപോലെ സത്വഗുണപ്രധാനമായിരിക്കുന്ന മനസ്സിനകത്തേക്ക് ഈ മിഥ്യാബോധം വന്നു കഴിഞ്ഞാൽ രജോ ഗുണം നിറയണു. ഇത് അങ്ങനെ ആസ്വദിക്കാം, ഇത് ഇങ്ങനെ ആസ്വദിക്കാം, ഇത് എനിക്ക് വേണം എന്ന സങ്കല്പ വികല്പങ്ങൾ ഇതുമൂലം വളർന്നു വരികയാണ്. ഇങ്ങനെ വിഷയങ്ങളെ നിരന്തരമായിട്ട് ധ്യാനിക്കുന്നത് വഴി ദുഷിച്ചു പോകുന്ന മനസ്സിൽ കാമങ്ങൾ അനിയന്ത്രിതമായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ വിവേകികൾ പോലും വിഷയാസക്തരായിട്ട് തീരണു. അതെന്തുകൊണ്ടെന്നാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയാണ് ഭഗവാൻ പറയണത്. ഇത് ഭഗവാന്റെ ഒരു ലീല എന്നേ പറയാൻ പറ്റുള്ളൂ. സൃഷ്ടിയുടെ ഒരു സവിശേഷതയാണെന്നറിയൂ. പൂർവജന്മത്തിൽ ആർജിതമായിരിക്കുന്ന ഏതോ ഒരു തൃഷ്ണ, ഏതോ ഒരു താല്പര്യം, ഏതോ ഒരു ആസ്വാദന മോഹം കൊണ്ടാണ് ഏത് ജീവിയും ജനിക്കുന്നത്. പൂർവജന്മാർജിതമായിരിക്കുന്ന ഒരു ആസ്വാദന തൃഷ്ണ ഓരോ ജീവിക്കും ഉണ്ട്. ജനിച്ച് ഏറെ താമസിയാതെ ഒരു ശിശു, നവജാത ശിശു അമ്മയുടെ മുലപ്പാല് കുടിക്കണു. അവൻ്റെ ജീവിതാസ്വാദനം അവിടെ നിന്ന് തുടങ്ങുകയാണ്. വളർന്നു വരുമ്പോൾ ആ ശിശു, അത് മനുഷ്യൻ്റെ ആയിക്കോട്ടെ മൃഗത്തിൻ്റെ ആയിക്കോട്ടെ, അത് സ്വയം ആഹാരം തേടുകയാണ്. ഇടയ്ക്ക് ഓരോന്ന് കണ്ടും കേട്ടും തൊട്ടും ഘ്രാണിച്ചും ആസ്വദിക്കണു. വളർന്നു വലുതാവുമ്പോൾ പ്രായം വരുമ്പോൾ ഇണചേരണു. സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികൾക്കും സമാനമായിട്ടുള്ള സവിശേഷതകളാണ് ഇതൊക്കെ. അതായത് ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ വ്യാപാര ചതുഷ്ടയം എല്ലാ ജീവികൾക്കും ഉണ്ട്. പക്ഷേ സൃഷ്ടിയിൽ വെച്ച് മനുഷ്യന് മാത്രമേ ത്യാഗം, ഇന്ദ്രിയജയം, മോക്ഷം, വിവേകം തുടങ്ങിയ ആശയങ്ങളുള്ളൂ. അപ്പൊ ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് മുദമാപദേവ, ബ്രഹ്മാവലോകദർശനം മുദമാവദേവ എന്ന് കണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ശരി തെറ്റുകളെ തിരിച്ചറിയാവുന്ന, വിധിനിഷേധങ്ങളെ തിരിച്ചറിയാവുന്ന വിവേകശാലിയായ ഒരു ജീവിയെ ഞാൻ സൃഷ്ടിച്ചുല്ലോ. അങ്ങനെ ബ്രഹ്മാവിന് സന്തോഷമായി. ഇങ്ങനെ വിവേകം എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴിവുകൊണ്ട് ത്യാഗം, ഇന്ദ്രിയജയം, മോക്ഷം, വിധിനിഷേധങ്ങൾ എന്നിവ അറിയാനായിട്ട് ഉള്ള കഴിവ് മനുഷ്യന് മാത്രമുണ്ട്. ഇത്തരം ആശയങ്ങൾ ജനിക്കുന്നത് ബുദ്ധിയിൽ നിന്നാണ്. ഈ ബുദ്ധിയുടെ വൃത്തികളാണ് വിവേകം, ആലോചന, വീണ്ടും വിചാരം. അതായത് മനോബുദ്ധി, അഹങ്കാര, ചിത്തം എന്ന അന്ധകരണ വൃത്തിയിൽ 4 എന്ന് പറഞ്ഞില്ലേ. അതിൽ വീണ്ടും വിചാരം, ഇത് ചെയ്യണമോ വേണ്ടയോ, ചെയ്താൽ ഇതിൻ്റെ പരിണതഫലം, കോൺസിക്വൻസസ്, പരിണതഫലം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത് ആലോചിക്കണം. ഇതിൽ സ്വീകാര്യമായുള്ളത് നല്ല കാര്യത്തിനെ സ്വീകരിക്കുക, ചീത്ത കാര്യത്തിനെ തള്ളിക്കളയുക എന്ന വിവേകം. ഇങ്ങനെ വീണ്ടും വിചാരവും ആലോചനയും വിവേകശക്തിയും പക്ഷിമൃഗാദികൾക്കില്ല. മനുഷ്യന് മാത്രമുള്ള ബുദ്ധി വൃത്തികളാണ് ഇതൊക്കെ. ബുദ്ധി പ്രബലമായിരിക്കുമ്പോൾ, ശുദ്ധമായിരിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിതമായിരിക്കും. മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അന്ധകരണത്തിന് 3 തലങ്ങളുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുക. 1 ബുദ്ധി, 2 ബോധമനസ്സ്, മൂന്നാമത്തേത് ഉപബോധ മനസ്സ്. നേരത്തെ പറഞ്ഞ പോലെ വിവേകം, ആലോചന, വീണ്ടും വിചാരം ഇതൊക്കെ ബുദ്ധിയുടെ ധർമ്മങ്ങളാണ്. സുഖം, ദുഃഖം, ഭയം മുതലായവ മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്. അനുഭവങ്ങളാകുന്ന ആ വികാരങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വാസനകളുടെ, ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അനുഭവങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വാസനകളുടെ ആകത്തുകയാണ് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ചിത്തം എന്ന് പറയുക.
ഇങ്ങനെ ബുദ്ധി പ്രബലമായിരിക്കുന്ന അവസ്ഥയിൽ ബോധതലവും ഉപബോധതലവും ശാന്തമായിരിക്കും. മനസ്സ് ബുദ്ധിയേക്കാൾ ശക്തമായിട്ട് വരുമ്പോൾ വിവേകവും വീണ്ടും വിചാരവും മങ്ങാൻ തുടങ്ങും. അതായത് വികാരം വിവേകത്തിനെ കീഴടക്കും എന്ന് നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പൊ വീണ്ടും വിചാരം നഷ്ടപ്പെടും. എന്ത് ചെയ്യണം തോന്നും, എന്ത് ചെയ്തും ആ ലക്ഷ്യം നേടണം എന്ന് തോന്നും. ഈ അവസ്ഥയിൽ കാമം മനസ്സിൽ ആവേശിക്കണു, ലജ്ജ നഷ്ടപ്പെടണു. അപ്പൊ ഏതൊരു വസ്തുവും ബലാത്കാരമായിട്ട് കൈയടക്കണമെന്ന് തോന്നും. അത് സമ്പത്താവാം, സ്ത്രീയുടെ സൗന്ദര്യമാവാം, മറ്റുള്ളവരുടെ വസ്തുവകകളാവാം. ഏതായാലും അത് ബലാത്കാരേണ അപഹരിക്കാനായിട്ട് തോന്നും. ഇതാണ് സാധാരണക്കാരുടെ അവസ്ഥ. മനസ്സ് ബുദ്ധിയേക്കാൾ ശക്തമാവുമ്പോൾ ബുദ്ധി പറയും വേണ്ട 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 എന്ന്, മനസ്സ് പറയും വേണം 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 എന്ന്. ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന മനസ്സ് വിവേകപൂർവമായിരിക്കുന്ന ബുദ്ധിയെ കീഴടക്കുമ്പോഴാണ് എന്തും ചെയ്യാൻ സാധാരണക്കാർക്ക് തോന്നണത്, മൃഗപ്രായന്മാരായി തീരണത്. നേരെ മറിച്ച് മഹാത്മാക്കളുടെ കാര്യമാണെങ്കിലോ അവർ വിവേകപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ മഹത്വം എന്ന് പറയുന്നത് വ്യക്തിയുടെ ബുദ്ധിയുടെ തലത്തിലാണ് നിലനിൽക്കുന്നത്. ഒരാളെ മഹാൻ അല്ലെങ്കിൽ മഹാത്മാവ് എന്ന് പറയുന്നത് തെളിഞ്ഞ ബുദ്ധിയുള്ളവനെയാണ് മഹാത്മാവ് എന്ന് പറയുക. തെളിഞ്ഞ ബുദ്ധിയുള്ളവൻ, മഹത്തായിട്ടുള്ള ചിന്താശീലനുള്ളവനെയാണ് മഹാത്മാവ് എന്ന് പറയുക. ഇത് സംശയാതീതമായിട്ടുള്ള കാര്യമാണ്. സുഖവും ദുഃഖവും ഭയവും ഉണ്ടാക്കുന്ന മനസ്സ് എല്ലാവർക്കും ഒരുപോലെയാ. എന്നാൽ ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയല്ല. ഏത് മഹാത്മാവിനും ഒരു ദുർബല നിമിഷത്തിൽ വീണ്ടും വിചാരം അഥവാ വിവേകം മങ്ങിപ്പോവാം. അപ്പോ മനസ്സ് ശക്തമായി തീരും. ഈ അവസരത്തിൽ മനസ്സിൻ്റെ ധർമ്മമായിട്ടുള്ള വിഷയാസ്വാദന തൃഷ്ണ, മനസ്സിൻ്റെ മോഹം, വിഷയങ്ങളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം ശക്തമായി തീരുകയാണ്. ഈ സമയത്ത് വാസനകൾ ഉണർന്നു വരുന്നു. വിവേകവും വീണ്ടും വിചാരവും ഇല്ലാതെ വരുമ്പോൾ ഏത് നിഷിദ്ധ കർമ്മവും ചെയ്യാൻ താല്പര്യം തോന്നുന്നു, ശക്തനാവുന്നു. ഇതാണ് സാധാരണക്കാർക്ക് പലപ്പോഴും സംഭവിക്കുന്നത്. കണ്ടാലും കൊണ്ടാലും അനുഭവിച്ചാലും പാഠം പഠിക്കാത്തവരാണ് സാധാരണക്കാര്. അപൂർവ ഘട്ടങ്ങളിൽ മഹാത്മാക്കൾക്ക് പോലും ഇത്തരം ദൗർബല്യങ്ങൾ അടിമപ്പെടാനായിട്ട് കാണും. ഏറ്റവും നല്ല ഉദാഹരണം പരാശര മഹർഷി. മഹാജ്ഞാനിയായ അദ്ദേഹത്തിന് സത്യവതി എന്ന മുക്കുവസ്ത്രീയെ കാണാൻ ഇടവന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കാമമോഹിതനായി മത്സ്യഗന്ധിയായിട്ടുള്ള ആ യുവതിയെ അദ്ദേഹം കസ്തൂരിഗന്ധിയാക്കി, പകലിനെ രാത്രിക്ക് സമാനമാക്കി. ഇങ്ങനെ മഹൽ കൃത്യങ്ങൾ നിമിഷം കൊണ്ട് ചെയ്തു തീർത്ത തപസ്വിയായിരുന്നു പരാശര മഹർഷി. പക്ഷേ ജന്തുസഹജമായിട്ടൊരു വികാരത്തിനെ അടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ പകൽ സമയത്ത് തന്നെ കൃത്രിമമായിട്ട് മൂടൽമഞ്ഞുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം അവളെ പ്രാപിച്ചു. മത്സ്യഗന്ധിയെ കസ്തൂരിഗന്ധിയാക്കാനും പകലിനെ രാത്രിക്ക് സമാനമാക്കി മൂടൽമഞ്ഞുണ്ടാക്കാനും എല്ലാം കഴിവുള്ള ശ്രേഷ്ഠനായ തപസ്വിക്ക് സ്വന്തം മനസ്സിനെ അടക്കാൻ പറ്റിയില്ല. ഇതാണ് ശ്രേഷ്ഠന്മാർക്ക് പോലും ഒരു നിമിഷത്തെ ദൗർബല്യം കൊണ്ട്, മനോദൗർബല്യം കൊണ്ട് പതറിപ്പോവാം എന്ന് പറയണത്. ഇങ്ങനെ പരാശരൻ സത്യവതിയെ പ്രാപിച്ചതിന്റെ ഫലമായിട്ടാണ് വേദവ്യാസ മഹർഷി എന്ന ജഗദ്ഗുരു ഉത്ഭവിച്ചത്. ഇതുപോലെ മറ്റൊരു കഥ വേദവ്യാസന് സംഭവിച്ചു. ഘൃതാജി എന്ന അപ്സരസിന്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയിട്ടാണ് വേദവ്യാസ മഹർഷി മോഹിതനായി തീർന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയത്തിൽ നിന്ന് ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതനുണ്ടായി എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇതേ അബദ്ധം തന്നെ വിശ്വാമിത്രനും പറ്റി. ഘോര തപസ്വിയായിരുന്ന വിശ്വരഥൻ എന്ന രാജാവ് വിശ്വാമിത്രനായി തപശക്തി കൊണ്ട്. ആ വിശ്വാമിത്രൻ എന്ന മഹർഷി മേനക എന്ന അപ്സരസിനെ കണ്ടപ്പോൾ ഇത്രയും കാലം താൻ സംഭരിച്ചു വച്ചിരുന്ന സകല തപസ്സു തപോബലവും നഷ്ടപ്പെട്ട് ശകുന്തള
എന്ന കന്യകയ്ക്ക് ജന്മം നൽകി. അങ്ങനെ തപശക്തി നഷ്ടപ്പെട്ടു. കണ്ടു എന്ന് പറയുന്ന മഹർഷി 97,000 സംവത്സരം പ്രംളോജ എന്ന് പറയുന്ന അപ്സരസ്സുമായിട്ട് രമിച്ചു. തപശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നിട്ടാണ് പ്രചേതസ്സുകളുടെ പത്നിയായ മാരിഷ എന്ന പുത്രിക്ക് ജന്മം നൽകിയത്. 97,000 സംവത്സരാണ് കണ്ടു എന്ന മഹർഷി പ്രംളോജയുമായിട്ട് രമിച്ചത്. വിഷ്ണുപുരാണം പറയുന്നുണ്ട്. ഇങ്ങനെ ഘോര തപസ്വികളായ മഹർഷീശ്വരന്മാർക്ക് പോലും, സർവസംഘപരിത്യാഗികളായിട്ടുള്ള ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് പോലും മൈഥുനത്തിൽ താല്പര്യം തോന്നിയിട്ട് ഇന്ദ്രിയജയം നഷ്ടപ്പെട്ട് സ്ത്രീ സൗന്ദര്യത്തിൽ മയങ്ങി വിഷയാസക്തന്മാരായിട്ട് അധപതിച്ച കഥകൾ ധാരാളം പുരാണങ്ങളിലുണ്ട്. ഇങ്ങനെ മഹാത്മാക്കൾക്ക് പോലും ചിലപ്പോ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റാം. മാണ്ഡകർണി എന്ന മഹർഷിക്ക് ഉണ്ടായി. വാൽമീകി രാമായണത്തില് ആരണ്യകാണ്ഡത്തിൽ കാണാം. ഇങ്ങനെ വികാരവായ്പകളെ തടയാനാവാതെ, ഇന്ദ്രിയജയം സിദ്ധിക്കാതെ ആ ഇന്ദ്രിയങ്ങളുടെ മോഹങ്ങൾക്ക് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി തീരുന്ന വ്യക്തികളെയാണ് രജോവേബ വിമോഹിതന്മാര് എന്ന് ഭഗവാൻ വിശേഷിപ്പിച്ചത്. നേരത്തെ കാബലത്തിൽ നമ്മൾ കണ്ടു, നിർവിണ്ണാനിതരം ഭൂമൻ അസതിന്ദ്രിയതരിഷണൽ എന്ന ദേവഹൂതി പറഞ്ഞു തന്നെ. അസത്തുക്കളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് എനിക്ക് ദുഃഖത്തിനെ, വികാരങ്ങളെ അടക്കാൻ സാധിക്കണില്ല എന്ന് ദേവഹൂതി പറഞ്ഞത് തന്നെ ഇന്നത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ വിവേകികൾക്ക് പോലും ഇത്തരം ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ ചിലപ്പോ സാധിക്കണില്ല. അവർ വിവേകികൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ മഹർഷിമാരൊക്കെ വിവേകികൾ തന്നെയാണ്, ഘോര തപസ്സുകളുമാണ്. പക്ഷേ നൈമിഷികമായിട്ടുള്ള ദൗർബല്യം അവരെയും ബാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മഹാതപസ്സുകൾക്ക് പോലും ഒരു നിമിഷ നേരത്തേക്ക് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാം എങ്കിൽ സാധാരണക്കാരൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ആചാര്യന്മാര് പറയാം. അതുകൊണ്ട് മനോനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മഹാതപസ്വികൾക്ക് ഇന്ദ്രിയത്തിന് വിധേയരാക്കി കാമമോഹിതരായി എന്ന് പറഞ്ഞു. അല്ലാത്ത കഥകളും നമുക്ക് ഭാഗവതത്തിൽ കാണാം. നരനാരായണന്മാരുടെയും അതുപോലെ മാർക്കണ്ഡേയ മഹർഷിയുടെയും കഥ. നരനാരായണന്മാരുടെ മുമ്പിൽ വന്ന് പഠിച്ച പണി 18 നോക്കി അപ്സരസുകളും മന്ദമാരുതനും എല്ലാം. 12ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാം മാർക്കണ്ഡേയ മഹർഷി. എന്നിട്ടും അവരൊന്നും കാമത്തിന് അടിമപ്പെട്ടില്ല, ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായില്ല. അപ്പോൾ സ്വർഗസുന്ദരിമാരായ അപ്സരസുകളുടെ അവർ മുമ്പിൽ വന്നിട്ട് പോലും തപോഭംഗം വന്നില്ല. സുന്ദരിമാരുടെ പ്രലോഭനങ്ങൾ നിഷ്പ്രഭമായി. ഇങ്ങനെ ഏത് അവസരത്തിലും ഏത് പ്രലോഭനത്തിനെയും അതിജീവിക്കാൻ ഒരു തപസ്വിക്ക്, ഒരു ഉപാസകന് കഴിയണം. ഇതാണ് വിവേകം. തുന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ മനസ്സമ്യക് സമദൃഗ് വിജരസ്വഗാം എന്ന് പറഞ്ഞാണല്ലോ ഭഗവാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഉദ്ധവൻ ചോദിച്ചത് പ്രോക്ത ത്യാഗ സന്യാസ ലക്ഷണ. സന്യാസ ലക്ഷണമാണ് എങ്ങനെ ഇന്ദ്രിയജയം സാധിക്കാം എന്ന ഉദ്ധവന്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്നാണ് ഈ ഭഗവാന്റെ ഉത്തര പരമ്പരകൾ മുഴുവൻ വന്നത്. അപ്പൊ കാമം എന്നുള്ള വികാരത്തിന് അടിമപ്പെടുന്നത് വിവേകികളെന്ന് അഭിമാനിക്കുന്നവർ വരെയുണ്ട്. കാമം എന്ന് പറഞ്ഞാൽ കേവലം സ്ത്രീ വിഷയം മാത്രമല്ല, മൈഥുനം മാത്രമല്ല, ആഗ്രഹം എന്നേ അതിനർത്ഥമുള്ളൂ. അത് സമ്പത്താവാം, അധികാരമാവാം, സ്ഥാനമാനങ്ങളാവാം, വിശേഷപ്പെട്ട ആഭരണങ്ങളാവാം. ഇങ്ങനെയുള്ള വസ്തുക്കൾ നേടിയെടുക്കാനുള്ള ആർത്തിയും ഈ കാമം എന്ന വിഭാഗത്തിലാണ് പെടുക. അതിര് കടന്ന എല്ലാ ഇന്ദ്രിയാവേശവും കാമം എന്ന വർഗത്തിൽ പെടും. ഈ കാമം കൊണ്ട് മോഹിതനായിട്ട് മനുഷ്യൻ എന്തൊക്കെ അധർമ്മങ്ങളാണ് ചെയ്യുക? ശരിക്കു പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന്, പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള ആളാണ് മനുഷ്യൻ. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം എന്നീ 4 കാര്യങ്ങളെക്കുറിച്ച്, വ്യാപാര ചതുഷ്ടയം എന്ന് വിളിക്കുന്ന ഈ 4 കാര്യത്തിനെക്കുറിച്ച് പക്ഷിമൃഗാദികൾ ചിന്തിക്കാറുള്ളൂ. അതിന് തൽക്കാലത്തേക്ക് മാത്രം. എന്നാൽ
മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ മനസ്സിനെ നിരോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത്. രജസ്തമസ്സുകളാൽ മനസ്സ് വിക്ഷിപ്തമായാലും വിവേകി വിഷയാസക്തനാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് പറ്റിയ വിധം മനസ്സിനെ അവൻ നിരോധിക്കണു. യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളിൽ നിന്ന് അല്ലെങ്കിൽ നിരോധസ്തു ലോകവേദവ്യാപാരന്യാസ എന്നൊക്കെ നാരദഭക്തി സൂത്രം പറയും. ലോകവ്യാപാരങ്ങളിൽ നിന്ന് മനസ്സിനെ നിരോധിക്കണം. അതാണ് പിൻവലിക്കലാണ് നിരോധം എന്ന് പറയുക. ഇങ്ങനെ വിവേകിയായ ഒരുത്തൻ ബുദ്ധി ഉപയോഗിച്ച് പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അവൻ നിരോധിക്കണു. വിഷയാസക്തിയുടെ ദോഷം കണ്ടെത്തിയിട്ടാണ് ഇത് സാധിക്കുന്നത്. പക്ഷെ മനസ്സിനെ നിരോധിക്കാനാവണില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മനോനിരോധം സാധിക്കാനായിട്ട് ഉപായമുണ്ട്. മടി കൂടാതെ സുഖമായിരിക്കുന്ന ആസനത്തിൽ, നിശ്ചിതമായിട്ടുള്ള ആസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്യുക, പ്രാണനിരോധം ശീലിക്കുക. ക്രമേണ മനസ്സിനെ എന്നിൽ സമർപ്പിക്കണം ഉദ്ധവ. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ജീവാത്മാവ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. ഈ രജസ്സും തമസ്സുമായിരിക്കുന്ന ഗുണങ്ങൾ മനസ്സിൽ കയറി വന്നാലും അറിവുള്ളവൻ ആ മനസ്സിനെ കീഴടക്കണു. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീയ പുനഃ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടർ ന സജ്ജതേ. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും ചലിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി ഇരുന്നവനായാലും ശരി, അറിവുള്ളവനായവൻ പിന്നെയും പരിശ്രമിച്ച് മടിയോടുകൂടാതെ മനസ്സിനെ ആത്മാവില് യോജിപ്പിക്കണു. കാരണം അവൻ ദോഷദൃഷ്ടി, വിഷയദോഷത്തിനെ ആലോചിക്കുന്നവനായിട്ട് ന സജ്ജതേ, ആസക്തിയുള്ളവനായി തീരണില്ല. വല്ലപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടായാലും, അത് വേണോ ഇത് വേണോ എന്നുള്ള ഒരു മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായാലും ആ മനഃശാഞ്ചല്യത്തിനെ വിവേകിയായവൻ തൻ്റെ വിവേകം കൊണ്ട് നേരെ നിർത്തണോ മനസ്സിനെ. അപ്പൊ ചിലർക്ക് ദുഃഖനിവൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അഭ്യാസം നിമിത്തം വിഷയാശ കുറഞ്ഞു വരും. ഇങ്ങനെ അഭ്യസിക്കാൻ ശ്രമിക്കുന്ന വിവേകികൾക്കും ചിലപ്പോ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ബാധ ഉണ്ടാവാം. പക്ഷേ അവർ ജാഗ്രതയോട് കൂടിയിട്ട് മനസ്സിനെ സ്വാധീനപ്പെടുത്തുന്നു. വിഷയങ്ങളുടെ ദോഷം അവർ തിരിച്ചറിയണു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരണു. ഇങ്ങനെ അവര് കൂടുതൽ കൂടുതൽ ശ്രേയസ്സിൽ എത്തുന്നു. അതുകൊണ്ട് ഉദ്ധവ അപ്രമത്ത അനുയഞ്ജീത മനോമയ്യർപ്പയൻ ശനയ്യ അനിർവിണ്ണോ യഥാകാലം ജിതശ്വാസോ ജിതാസന. വിഷയങ്ങള് ദോഷസ്ഥാനങ്ങളാണെന്നറിഞ്ഞ് മനസ്സിനെ ശക്തിപ്പെടുത്തണം ഉദ്ധവ. ഇനി മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുക. ഇതാണ് ഭഗവാൻ 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അവിടെയും പറഞ്ഞു ഭഗവാൻ ഇത് തന്നെ, യദ്യനീശോധാരയിതും മനോ ബ്രഹ്മണി നിശ്ചലം മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. 11-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. അത് തന്നെ ഇവിടെയും പറയാണ്. വിഷയങ്ങള് ദുഃഖാദർക്കങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ നിഗ്രഹിക്കുക തന്നെയാ വേണ്ടത്. അങ്ങനെ മനസ്സിനെ നിഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, മനസ്സിനെ എന്നിൽ ഉറപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ഉപായമുണ്ട് ഉദ്ധവ. അത് യോഗാഭ്യാസമാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗ യോഗം കൊണ്ട് ഈ പ്രാണനെ, ബുദ്ധിയെ നേരെ നിർത്തുക. ആലസ്യം കൂടാതെ സാവധാനത്തിൽ ദിവസം തോറും 3 പ്രാവശ്യം
പ്രഭാതത്തിൽ, മധ്യാഹ്നത്തിൽ, സായാഹ്നത്തിൽ. പ്രാണായാമത്തോടു കൂടിയിട്ട് മനസ്സിനെ സർവാത്മാവായിരിക്കുന്ന എന്നിൽ ഉറപ്പിക്കാൻ ശ്രമിക്കണം ഉദ്ധവ. ആ പ്രാണന്റെ ആയാമം ശരിക്ക് ശീലിക്കണം. പ്രാണനെ സ്വാധീനിക്കാൻ പറ്റണം. കാരണം പ്രാണൻ ചലിക്കുമ്പോൾ മനസ്സും ചലിക്കും. മനഃശാഞ്ചല്യത്തിന്റെ പ്രധാന കാരണം പ്രാണൻ ചലിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രാണനെ സ്വാധീനമാക്കിയാൽ മനസ്സും സ്വാധീനമാവും. അതുകൊണ്ട് പ്രാണനെ ജയിക്കാനായിട്ട് ശ്വാസത്തിനെ ക്രമപ്പെടുത്തണം. അതിനായിട്ട് ഇരിക്കാനുള്ള ക്രമം മനസ്സിലാക്കണം, ശ്രമിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഇത് നടന്നു എന്ന് വരില്ല. നിരന്തരമായ സാധന, നിരന്തരമായ പരിശ്രമം. നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള യോഗാഭ്യാസത്തിലൂടെ ഇത് സാധിക്കുള്ളൂ. ഇതാണ് ഉദ്ധവ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിരന്തരമായിരിക്കുന്ന ആ യോഗത്തിനെ ശീലിക്കണം. ഈ മനസ്സിനകത്തുള്ള ആ വികാരങ്ങളുടെ നിരോധം, മനോനിരോധനത്തിൻ്റെ പ്രായോഗിക മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സ് എന്താണ് എന്നറിയണം. മനസ്സ് എന്ന് പറയുന്നത് വികാരങ്ങളുടെ പ്രവാഹമാണ്. ഫ്ലോ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. വികാരങ്ങളുടെ പ്രവാഹത്തിനെയാണ് മനസ്സ് എന്ന് പറയുക. സുഖം, ദുഃഖം, സങ്കല്പം, ഭയം, മോഹം, ക്രോധം മുതലായ വികാരങ്ങളുടെ ഒരു പ്രവാഹം മാത്രമാണ് മനസ്സ്. ഒരു നദിയുടെ പ്രവാഹത്തിനെ അണക്കെട്ട് കെട്ടി നിർത്തുന്നത് പോലെ സുഖവും ദുഃഖവുമായിരിക്കുന്ന, സുഖദുഃഖ പ്രവാഹരൂപമായിരിക്കുന്ന മനസ്സിനെ അടക്കി നിർത്താം നിരന്തര പരിശ്രമം കൊണ്ട്. അതിനുള്ള ഉപായമാണ് യോഗ പരിശീലനം. നേരത്തെ പറഞ്ഞില്ലേ, യോഗം എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ്. ഒരു യോഗാചാര്യന്റെ നിർദ്ദേശപ്രകാരം നിശ്ചിതമായിട്ടുള്ള ആസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്യുക. ഇതിന്റെ പരിശീലനം കൊണ്ട് പ്രാണനിരോധം സാധിക്കാൻ പറ്റും. അതുവഴി മനസ്സിനെ നിരോധിക്കാം. കാരണം പ്രാണൻ ചലിച്ചാൽ മനസ്സ് ചലിക്കും. പ്രാണനെ നിരോധിച്ചാൽ, നിയന്ത്രിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം എന്നർത്ഥം. അപ്പോൾ പ്രാണന്റെ സ്പന്ദനത്തിൽ നിന്നാണ് മനസ്സുണ്ടാവുന്നത്. മനസ്സ് വിക്ഷുബ്ധമാവുമ്പോൾ പ്രാണസ്പന്ദനത്തിന് ഗതിവേഗം കൂടും. അതാണ് ദുഃഖമോ ദേഷ്യമോ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വരുമ്പോൾ ശ്വാസോച്ഛ്വാസം വേഗത്തിലാവാനുള്ള കാരണം, BP, രക്തസമ്മർദ്ദം കൂടാനുള്ള കാരണം. മനസ്സ് ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ പ്രാണസ്പന്ദനവും ശാന്തമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയണത് ടെൻഷൻ കൂടുമ്പോൾ BP കൂടുന്നു, പ്രഷർ കൂടുന്നു, ഷുഗർ കൂടുന്നു എന്നൊക്കെ. ഈ പ്രാണായാമത്തിനെ ശീലിച്ചു കഴിഞ്ഞാൽ പ്രാണൻ സ്വാധീനമായാൽ മനസ്സ് സ്വാധീനമാവണു. മനസ്സ് സ്വാധീനമായാൽ ത്രിദോഷങ്ങൾ ഏതാണ്ട് സ്വാധീനമായി തീരണു, നൈഷ്കർമ്മ്യാവസ്ഥയെ പ്രാപിക്കണു. ഇങ്ങനെ മനസ്സ് ശാന്തമായ അവസ്ഥയിൽ പ്രാണസ്പന്ദനവും ശാന്തമായിരിക്കും. പ്രാണനും മനസ്സും തമ്മിലുള്ള ഈ നിഗൂഢ ബന്ധം യോഗാചാര്യന്മാര്, പതഞ്ജലിയെ പോലെയുള്ള ആചാര്യന്മാരെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാണായാമം ശീലിക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പ്രാണനിരോധം വഴി മനോനിരോധം സാധിക്കാം. അതായത് ഒരു നദീപ്രവാഹത്തിനെ അണക്കെട്ട് കെട്ടിയിട്ട് തടഞ്ഞു നിർത്തുന്നത് പോലെ. എന്തിനാണ് ഒരു നദീപ്രവാഹത്തിനെ അണക്കെട്ട് കെട്ടി തടഞ്ഞു നിർത്തണത്? അത് ഒഴുകി പോവാൻ സമ്മതിച്ചാൽ പോരെ? ശക്തമായിട്ട് ഒഴുകി വരുന്ന നദിയെ അണക്കെട്ട് കെട്ടി നിർത്തണത് ആ വെള്ളം ശേഖരിച്ച് അത് ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ള അളവിൽ, ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു കൊടുക്കാൻ. ഇതുപോലെയാണ് മനസ്സിന്റെ നിയന്ത്രണം. മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്തിനാണ്? ആവശ്യമുള്ളിടത്ത് മനസ്സിനെ എത്തിക്കാൻ, ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് മനസ്സ് പോവാതിരിക്കാൻ. പല വഴിക്ക് ഒഴുകുന്ന മനസ്സിനെ യോഗപരിശീലനം വഴിയായിട്ട് ഏകാഗ്രമാക്കി അതിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. വിഷയാസക്തിയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഉപായമാണ് ഈ യോഗശാസ്ത്രത്തിൽ മനോനിരോധം എന്ന് പറയുന്നത്.
വിഷയസുഖം അനുഭവിച്ചു കൊണ്ടിരുന്ന മനസ്സ് ഈശ്വരനിലേക്ക് ചെല്ലുമ്പോൾ ആധ്യാത്മികമായിരിക്കുന്ന ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് തുടങ്ങും. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സുപ്രഭാതത്തിൽ പറ്റണതല്ല, നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വിഷയാസക്തിയിൽ നിന്ന് മോചനം നേടാം ഉദ്ധവ എന്ന് പറയുന്നു ഭഗവാൻ. വിഷയങ്ങളിൽ കുരുങ്ങിപ്പോയ മനസ്സിന് വിഷയമുക്തി എങ്ങനെ നേടാൻ സാധിക്കുക? ഈശ്വരനിലെ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ശങ്ക അസ്ഥാനത്താണ് എന്ന് ആചാര്യന്മാർ പറയണു, ഭഗവാൻ പറയണു. എല്ലാ ഭാഗത്തു നിന്നും മനസ്സിനെ പിടിച്ചെടുത്ത് എന്നിൽ ആവേശിപ്പിക്കൂ ഉദ്ധവ. ഈ സമ്പ്രദായത്തിനെയാണ് യോഗം എന്ന് പറയുന്നത്. എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചെടുത്തിട്ട് പരമാത്മാവായ ഈശ്വരനിൽ ആവേശിപ്പിക്കുന്ന സമ്പ്രദായമാണ് യോഗം എന്നത്. ഈ യോഗത്തിനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സനകാദികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാവാൻ യോഗ ആദിഷ്ടോ മച്ഛിഷ്യൈ സനകാദിഭി സർവതോ മന ആകൃഷ്യ മയഥാവേശതേ യഥാ. ഇതിനാണ് യോഗം എന്ന് പറയുക. വിഷയങ്ങളോട് ചേർന്നിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്ന് വേർപെടുത്തുന്നത് വളരെ പ്രയാസമാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് ഒരു മാർഗമുണ്ട്. അതാണ് യോഗം ശീലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ യോഗസാരത്തിനെ ഉപദേശിക്കണു. ഉദ്ധവ, യോഗം എന്നതിനെ പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. സർവ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി എന്നിൽ തന്നെ ഉറപ്പിക്കുന്ന ഉപായം, അതേതായാലും വിരോധമില്ല, അത് തന്നെയാണ് യോഗം എന്ന് എൻ്റെ ശിഷ്യന്മാരായ സനകാദികളോട് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് പണ്ട്. യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനഃശാഞ്ചല്യത്തിനെ ഇല്ലാതാക്കുന്നതാണ് യോഗം എന്നതാണ്. ഇങ്ങനെ സർവ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് പരമാത്മാവില്, സർവേശ്വരനായ എന്നില് മനസ്സിനെ ഉറപ്പിക്കലാണ് ഉദ്ധവ യോഗം. ഇത് പണ്ട് ബ്രഹ്മപുത്രന്മാരും എൻ്റെ ശിഷ്യന്മാരുമായ സനകാദികൾക്ക് ഞാൻ ഹംസാവതാരം സ്വീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് സനകാദികൾക്ക് ഉപദേശം നൽകിയോ? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഹംസരൂപത്തിലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേര് ഒരിക്കൽ യോഗത്തിൻ്റെ സൂക്ഷ്മഗതിയെക്കുറിച്ച് സ്വന്തം പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ചു. അവരുടെ ചോദ്യം ഇതായിരുന്നു: വിഷയങ്ങൾ നിരന്തരമായിട്ട് മനസ്സിലേക്ക് കടന്നു വരിക, മനസ്സ് നിരന്തരമായിട്ട് വിഷയങ്ങളെ തേടി അങ്ങോട്ടും ചെല്ലണു. വിഷയങ്ങൾ മനസ്സിലേക്കും മനസ്സ് വിഷയങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായിട്ട് പ്രവഹിക്കണു. ഇത് വല്ലാത്തൊരു കടുങ്കട്ടാണല്ലോ. ഈ കടുങ്കട്ട് പൊട്ടിച്ചാൽ മാത്രമേ സംസാരത്തിൽ നിന്ന് മോചനമുള്ളൂ എന്നും പറയപ്പെടുന്നു. എന്നിരിക്കെ ഒരു മുമുക്ഷു എങ്ങനെ ഈ കടുങ്കട്ട് പൊട്ടിക്കും? സംസാരബന്ധത്തിന് കാരണമായിരിക്കുന്ന ഈ മനോവിഷയങ്ങളുടെ അന്യോന്യ സംഗമം, അന്യോന്യ പ്രവാഹം എങ്ങനെ ഇല്ലാതാക്കാം? മനസ്സ് വിഷയങ്ങളിലേക്കും വിഷയം മനസ്സിലേക്കും കടന്നു വരുന്ന അന്യോന്യ പ്രവാഹം എങ്ങനെ തടയാനായിട്ട് സാധിക്കും? ഈ മനസ്സിന്റെ മോചനം സാധിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരു മുമുക്ഷുവിന് ഈ സംസാരത്തിൽ നിന്ന് മുക്തി ഉണ്ടാവും? ഉദ്ധവ, ബ്രഹ്മാവ് ഏറെ നേരം ആലോചിച്ചിരുന്നിട്ടും ഉത്തരം കിട്ടിയില്ല. ആ ബ്രഹ്മാവ് എന്നെ തന്നെ ധ്യാനിച്ചു. ഉടനെ ഞാൻ ഒരു ഹംസത്തിന്റെ രൂപത്തിൽ അവിടെ എത്തി. എൻ്റെ ഹംസാവതാരം, ആ ഹംസാവതാരം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്.
ഇവിടെ ഉദ്ധവൻ ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ സനകാദികൾ ഭഗവാനോട് ചോദിച്ച ചോദ്യം, മനസ്സ് എപ്പോഴും വിഷയാസ്വാദന തൽപരാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സ് നിർവികാരമായിട്ടിരിക്കില്ല, നിശ്ചലമായിട്ടിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പോലെ എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിനെ ആസ്വദിക്കാൻ തൽപരമായിരിക്കുന്നതാണ് മനസ്സ് എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ശിശുവും ജനിക്കുന്നത് ഒരു ആസ്വാദന തൃഷ്ണയോട് കൂടിയിട്ടാണ്. ചെവിയിലൂടെ വരുന്ന ശബ്ദം കേട്ട് രസിക്കുക, നല്ല സംഗീതം കേട്ടിട്ട്, അല്ലെങ്കിൽ ത്വക്ക് എന്ന ഇന്ദ്രിയത്തിലൂടെ സ്പൃശ്യങ്ങളെ തൊട്ട് സുഖിക്കുക, അമ്മയുടെ തലോടല് പോലുള്ള സ്പർശങ്ങളെ കണ്ട് ആ കുഞ്ഞ് സുഖിക്കണു. കണ്ണിലൂടെ ഓരോരോ ദൃശ്യങ്ങളെ കണ്ട്, മനോഹരമായൊരു പുഷ്പമോ അവനെ ആകർഷിക്കുന്ന ഏതൊരു വസ്തുവും കണ്ണിലൂടെ കണ്ട് ആസ്വദിക്കുക. നാവുകൊണ്ട് പഞ്ചസാരയോ കൽക്കണ്ടമോ രസങ്ങളെ രുചിച്ചു സുഖിക്കുക. മൂക്കുകൊണ്ട് ഓരോ തരം ഗന്ധം ആസ്വദിച്ചുകൊണ്ട് മണത്ത് ആസ്വദിക്കുക. ഇങ്ങനെ സദാ പ്രാപഞ്ചിക വിഷയങ്ങളിൽ തൽപരമാണ് മനസ്സ്. കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ചെവി കൊണ്ടും നാവുകൊണ്ടും ത്വക്കുകൊണ്ടും എന്തെങ്കിലുമെല്ലാം അനുഭവിക്കണമെന്നുള്ള താല്പര്യമുണ്ടാവണു. ഇങ്ങനെ അനുഭവിക്കണു പഞ്ചേന്ദ്രിയങ്ങൾ. ഓരോ അനുഭവവും മനസ്സിൽ വാസനകളെ അവശേഷിപ്പിക്കണു. എന്ന് പറഞ്ഞാൽ ഇനിയും സുഖം അനുഭവിക്കണം, ഇനിയും സുഖം അനുഭവിക്കണം എന്ന അഭിലാഷത്തിൻ്റെ വിത്താണ് വാസന. വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാനുള്ള താല്പര്യം, മോഹം, അതാണ് വാസന. ഈ അന്ധകരണത്തിലെ വാസനാമയമായ അംശത്തിനെയാണ് ചിത്തം എന്ന് പറയുക. ഇടയ്ക്ക് ദുഃഖം അനുഭവിക്കാനായിട്ട് ഇടവന്നാൽ അതിൻ്റെ വാസനയും ചിത്തത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഒരിക്കൽ ആസ്വദിച്ച സുഖം വീണ്ടും ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കണു. ഇത് നമുക്ക് ഉർവശി വിരഹിതനായിരിക്കുന്ന പുരൂരവസിന്റെ കഥ നമുക്ക് കാണാം. 26-ാമത്തെ അധ്യായത്തിൽ അയളഗിരിൽ പറയും, കൃഷ്ണവർമ്മേന ഭൂയതേ വന്നി ആഹൂതർഭയഥ എന്നൊക്കെ. കത്തിജ്വലിക്കുന്നതായ തീക്കുണ്ടത്തിലേക്ക് നെയ്യ് തുള്ളി തുള്ളിയായിട്ട് ഒഴിച്ചാൽ കൂടുതൽ ശക്തമായിട്ട് ആളിക്കത്തും. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇങ്ങനെ എത്രത്തോളം ഭോഗങ്ങൾ അനുഭവിക്കണോ അതിൻ്റെ ആസക്തി കൂടുതലല്ലാണ്ട് കുറയില്ല. കാരണം ഒരിക്കൽ ആസ്വദിച്ച സുഖം വീണ്ടും ആസ്വദിക്കണമെന്നുള്ള വാസന, മനസ്സിൻ്റെ ആഗ്രഹം ഉള്ളിലുണ്ടാവും. എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും സുഖവസ്തുക്കളെ തേടി മനസ്സ് സഞ്ചരിക്കുകയാണ്. ഏത് ഇന്ദ്രിയത്തിൽ കൂടെയാണ് സുഖം കിട്ടുക? വീണ്ടും ചിലതൊക്കെ ആസ്വദിക്കാൻ കിട്ടണു. ആസ്വദിക്കും തോറും വാസനകൾ ഏറി കൂടി വരും. സുഖവസ്തുക്കളെ അന്വേഷിക്കാൻ വാസനകൾ മനസ്സിനെ പ്രേരിപ്പിക്കണു. ഏതിൽ കൂടെ പോയാൽ ആ സുഖം കിട്ടുക, ഏതിൽ കൂടെ പോയാൽ ആ സുഖം കിട്ടുക. നല്ലതിനെ അന്വേഷിക്കണു കണ്ണുകൾ, നല്ലതിനെ അന്വേഷിക്കണു നാവ്, നല്ലതിനെ അന്വേഷിക്കണു ത്വക്ക്. ഇങ്ങനെ സുഖവസ്തുക്കളെ അന്വേഷിക്കാനായിട്ട് മനസ്സിനെ വാസനകൾ പ്രേരിപ്പിക്കുകയാണ്. ഇങ്ങനെ വാസനകളാൽ പ്രേരിതമായ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ജാഗ്രത അവസ്ഥയിൽ മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കുക, വിഷയോന്മുഖമായിട്ട് പ്രവർത്തിക്കുക. ഗാഠനിദ്രയിൽ മനസ്സ് ലയിച്ചിരിക്കുക, അതുകൊണ്ട് വിഷയസ്മരണയില്ല. എന്നാൽ ഗാഠനിദ്രയ്ക്കും ജാഗ്രത്തിനും മധ്യത്തിലാണ് സ്വപ്നാവസ്ഥ. ഈ സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവൃത്തിയില്ല, അന്ധകരണം മാത്രം പ്രവർത്തിക്കുകയാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ, ജാഗ്രത അവസ്ഥയിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ തേടി ചെല്ലണു. സ്വപ്നാവസ്ഥയിൽ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ സഹകരണം കൂടാതെ മനസ്സിലേക്ക് കയറി വരുന്നു. എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുറങ്ങുമ്പോഴും മനസ്സ് സ്വപ്നം കാണുന്നു. പക്ഷെ കാണുന്നത് കീഴ്മേൽ മറിഞ്ഞും പരസ്പര ബന്ധമില്ലാത്തതും ഒക്കെ ആവും എന്ന് മാത്രം. സാധാരണ മനുഷ്യന് 3 അവസ്ഥകളേ ഉള്ളൂ: കിടന്നുറങ്ങുക,
സ്വപ്നം കാണുക, ഉണർന്നിരിക്കുക. അതായത് സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. ഉറങ്ങുമ്പോൾ സുഷുപ്തി അവസ്ഥയിൽ ഒന്നും അറിയണില്ല. സ്വപ്നാവസ്ഥയിലും ജാഗ്രതയിലും മനസ്സിന് ലോകവിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. സ്വപ്നത്തിൽ വിഷയങ്ങൾ ഇന്ദ്രിയ സഹായം കൂടാതെ തന്നെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഉണർന്നിരിക്കുമ്പോൾ വാസനാപ്രേരിതമായിട്ടുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലണു. അതുകൊണ്ട് മനസ്സും ലോകവിഷയങ്ങളും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടിരിക്കണം. വല്ലാത്ത കടുങ്കെട്ട് തന്നെ, പൊട്ടിക്കാൻ പറ്റാത്തത്. ഈ കെട്ട് പൊട്ടിക്കാത്ത ഒരുത്തന് മുക്തി ഉണ്ടാവില്ല. ഈ കെട്ട് എങ്ങനെ പൊട്ടിക്കാം? ഇതാണ് സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചത്. ബ്രഹ്മാവിന് പക്ഷേ ഉത്തരം കിട്ടിയില്ല. ആ സമയത്താണ് ഭഗവാൻ ഹംസാവതാരം എടുത്ത് അവിടെ വന്നത്. ഇവിടെ ഭഗവാൻ ഹംസാവതാരം എടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സനകാദികൾ പരമഹംസന്മാരാണ്, പരമജ്ഞാനികളാണ്. ഭഗവാൻ ഇവിടെ സനകാദികൾക്ക് പരമജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ജ്ഞാനോപദേശത്തിന് ജ്ഞാനിയുടെ മട്ടിൽ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ഗഹനമായിട്ടുള്ള ഉപദേശമാണത്. അത് മനസ്സിലാക്കാൻ സനകാദികൾക്കേ പറ്റുള്ളൂ. അപ്പൊ അത്യന്ത നിഗൂഢമായിരിക്കുന്ന രഹസ്യത്തിനെ പരമജ്ഞാനികളായിരിക്കുന്ന സനകാദികൾക്ക് അത്രയ്ക്ക് ഗഹനമായ ഭാഷയിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് സനകാദികൾ ചോദിച്ചത്. ജാഗ്രത അവസ്ഥയിൽ മനസ്സ് സുഖാന്വേഷിയായിട്ട് ഇന്ദ്രിയങ്ങളെ തേടി ചെല്ലണു. സ്വപ്നത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ മനസ്സിലേക്ക് കടന്നു വരണു. മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഈ ബന്ധം ശക്തമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. വല്ലാത്ത പൊട്ടിക്കാൻ പറ്റാത്ത കടുങ്കെട്ട്. ഇത്രയും വലിയ കടുങ്കെട്ടാവാനുള്ള കാരണം മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഗുണാത്മകമാണ് എന്നുള്ളതാണ്. മനസ്സ് സാത്വിക ഗുണമുള്ളത്, ഇന്ദ്രിയങ്ങള് രാജസ ഗുണമുള്ളത്, വിഷയങ്ങള് താമസ ഗുണമുള്ളത്. ഈ വ്യത്യാസമേ ഉള്ളൂ. മൂന്നും ഗുണങ്ങളുള്ളതാണ്. മനസ്സ് സത്വഗുണമുള്ളത്, ഇന്ദ്രിയം രജോ ഗുണമുള്ളത്, വിഷയങ്ങൾ തമോ ഗുണമുള്ളത്. അപ്പൊ ഗുണാത്മകമാണ് മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. മൂന്നും ഗുണമയമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ അവയ്ക്ക് തമ്മിൽ ഗാഠമായിട്ടുള്ള ബന്ധമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഒരേ കുടുംബത്തെ അംഗങ്ങൾ തമ്മിൽ രക്തബന്ധം ഉണ്ടാവണത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരേ സ്വഭാവമുള്ളവര് ഒരുമിച്ച് ചേരുന്നത് പോലെ മനസ്സും ഈ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം പൊട്ടിക്കണം, മനസ്സ് അടങ്ങണം, എന്നാലേ മുക്തി ലഭിക്കുള്ളൂ. ഇതിനുള്ള ഉപായം എന്താണ് സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചത്. ഭഗവാൻ അപ്പോൾ ഹംസാവതാരം എടുത്ത് അവിടെ വന്നു. എന്നിട്ട് ആ സനകാദികൾക്ക് ഭഗവാൻ ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ ഭഗവാന്റെ ഹംസാവതാരത്തിലുള്ള ഹംസഗീതയാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അത് മറ്റൊരു പ്രകരണത്തിൽ നമുക്ക് കാണാം. ഭഗവാന്റെ ഹംസഗീത.